മുതിരയുണ്ട്. മുതിര വെച്ചിട്ട് നമ്മൾ തോരൻ വെക്കും, പല രീതിയിൽ കറികളൊക്കെ ഉണ്ടാക്കും അല്ലേ. ഇന്ന് നമുക്ക് മുതിര പായസം ഉണ്ടാക്കിയാലോ. എന്റെ ചേച്ചിമ്മേ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് കുടുംബശ്രീ യൂണിറ്റിന്റെ എന്തോ കർക്കിടക മാസത്തിലെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ഒരു മുതിരപ്പായസം ഉണ്ടായിരുന്നു. ചേച്ചിമ്മ എന്നോട് അപ്പോഴേ വിളിച്ചു പറഞ്ഞു, മോളെ ഒരു മുതിരപ്പായസം ഞാൻ കുടിച്ചു, സൂപ്പറാണ്, ഉണ്ടാക്കി നോക്കിക്കോളാൻ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മൾ റെഡി. അതാട്ടെ, ഞാൻ അപ്പൊ തന്നെ ഇന്നലെ രാത്രി തന്നെ മുതിര കുതിരാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളേ. രാവിലെ നമ്മള് പായസമാക്കും. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുതിര കുതിർത്തി വെച്ചിട്ടുണ്ട്, ഒന്നാം പാലുണ്ട്, രണ്ടാം പാലുണ്ട്, ശർക്കരപ്പാനി, പിന്നെ കുറച്ച് നെയ്യ്, മുതിര തന്നെയാണ്, പിന്നെ ഇച്ചിരി കാഷ്യൂ, മുന്തിരി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇതൊക്കെ തന്നെ നമ്മുടെ സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ. ആദ്യം നമുക്ക് ചെയ്യേണ്ടി ഈ മുതിര ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ചെറിയ കുക്കറിലേക്ക് ഒരു ഗ്ലാസ് അല്ലേ ഉള്ളൂ, ഇട്ട് കൊടുക്കാം. മുതിര നമ്മളെ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ടില്ല എങ്കിൽ നല്ല പോലെ വറുത്തിട്ട് വെള്ളത്തിൽ ഇട്ടാൽ മതി. കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വേവിച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. വെച്ച് വേവിച്ച് നമ്മുടെ മുതിരയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് ഒടക്കിയാ ചെയ്യേണ്ടത്. ഇതൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ കറക്ക് ഇറക്കണം. ഒരു 4-5 വിസിലൊക്കെ അടിച്ചതാണ്. മുതിര ഒന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു മൺചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാഷ്യൂ, മുന്തിരി, തേങ്ങാക്കൊത്ത ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് മുതിര തണുക്കും. അപ്പോഴത്തേനും നമുക്കത് നെയ്യില് ഒന്ന് ഇതാക്കി എടുക്കാവേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നാടൻ പായസമൊക്കെ ഉണ്ടാക്കുമ്പോ ഇല്ലേ, തേങ്ങാക്കൊത്ത് നല്ലതല്ലേ. കാഷ്യൂ, മുന്തിരി ഇടുന്നതിനെക്കാട്ടിലും ഒരു കടിയൊക്കെ കിട്ടാൻ നല്ല തേങ്ങാക്കൊത്ത് നല്ലതല്ലേ. തേങ്ങ മൂത്ത് വരുന്നുണ്ട്. മുതിര തേങ്ങാപ്പാലി വേവിച്ച് ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നങ്ങ് ഉണ്ടാക്കാം. നല്ലതാണേലും ചീത്തയാണേലും അഭിപ്രായം നമുക്കൊന്ന് നോക്കാലോ. പക്ഷെ മോശമാവാൻ വരത്തില്ല. മുതിര നോക്കാം. സാധാരണഗതിയിൽ ആരെങ്കിലും ഒരു ഇത് പറഞ്ഞു തന്നാൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കും. പിന്നെ എൻ്റെതായ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ഞാൻ എൻ്റെതായ രീതിയിലാക്കിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പം കേട്ടപാടി ആവേശത്തിൽ വേഗം ഉണ്ടാക്കി. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ടു, ആ ഒപ്പം തതിരിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഒന്നിച്ചങ്ങ് വറുത്തെടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. അരച്ചു വെച്ചിരി നമ്മുടെ മുതിര അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് റെഡി ആയിക്കോട്ടെ. ഇതാ നെയ്ക്കകത്ത് ഇതൊക്കെ നല്ല പോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നേ. അരിച്ചു വെച്ചിരിക്കുന്ന പാനി എത്ര വേണോ അതിനനുസരിച്ച് കുറച്ചും കൂടെ ഒഴിക്കാം. മതി. വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവേ. ആ കട്ടയൊക്കെ ഒന്ന് നല്ല പോലെ ഇങ്ങനെ ഇതിനകത്ത് കിടന്നൊന്ന് റെഡിയാവും. ശർക്കരയും മുതിരയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നപ്പം, ഇതെല്ലാം നല്ലപോലെ വെന്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെയും രണ്ടാം പാൽ ഒഴിച്ച് അതിനകത്ത് വേവിക്കാത്തത്. ഇതിനി ഒന്ന് നന്നായിട്ട് കുറുകിയാൽ മതി. കുറച്ചും കൂടി ഒന്ന് കുറുകിക്കോട്ടെ. നമ്മുടെ രണ്ടാം പാലിനകത്ത് നമ്മുടെ മുതിരയൊക്കെ നല്ല പോലെ ശർക്കരയും മുതിരയും എല്ലാം കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് നോക്കണേ. മധുരം ഉണ്ടോ? നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മള് മൺചട്ടി ആയതുകൊണ്ട് ഇനി ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുവേ. പായസം കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് ഏലക്ക പൊടിച്ചത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. നമുക്ക് ശരിക്കും നമ്മുടെ പായസത്തിന്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടണം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടണേ. ഇനി നമുക്ക് ഒന്നാം പാലങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. ചൂടായാൽ മതി കേട്ടോ, തിളച്ചു പോരുന്നു. ഇനി ഇതിരുന്ന് നല്ല പോലെ ഒന്ന് കുറുകും.
ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടേ മധുരം ഒന്ന് നോക്കാവേ. മധുരമുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. അതിന് മുമ്പേ ഒരു പണി, വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും കാഷ്യൂ മുന്തിരി എല്ലാം ഇട്ടേക്കാവേ. പായസമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മളിതാ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും കണ്ടോ. ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. പരിപാടി തീർന്നു. പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്കൊന്ന് കണ്ട, ഇനി ഇതിങ്ങനെ ഇരുന്ന് കുറുകൂട്ടോ. മൺചട്ടിയും കൂടെ അല്ലേ, കണ്ട. കർക്കിടക മാസത്തെ കുടിക്കേണ്ട ഒരു അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നമ്മുടെ മുതിര പായസം. ഇനി ഇച്ചിരി എടുത്തൊന്ന് കുടിച്ചു നോക്കാം. നല്ല ചൂടാണേ. ചൂട് ചൂട്, കുറച്ചെടുത്ത് നോക്കാം. നല്ല ചൂട്. ചെറുപയർ പ്രഥമന്റെ ഒക്കെ അതേ ടേസ്റ്റ്. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും സൂപ്പർ ടേസ്റ്റാ, ഒന്നും പറയാനില്ല. നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ഇല്ല എങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇനി നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, ഒന്ന് മാറ്റി പിടിക്കാം. സൂപ്പറാ കേട്ടോ. ഓണത്തിനൊക്കെ 2, 3, 4 പായസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുക. ഒരു പായസം ഇതായിരിക്കും, ഒരു തെറ്റുമില്ല. സൂപ്പറാ. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.